മുമ്പ് ഒരു രാജാവാണ് മൈസൂർ സാൻഡൽ സോപ്പ് നിർമ്മിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്ന് ശുദ്ധമായ ചന്ദനതൈലം ഉപയോഗിച്ച് നിർമ്മിച്ച ലോകത്തിലെ ഒരേ ഒരു സോപ്പുകളിൽ ഒന്നാണിത്. പക്ഷെ അത് എങ്ങനെയാണ് ഒരു ദേശീയ നിധിയായി മാറിയത്? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മൈസൂരിലെ ചന്ദനത്തടികളുടെ സുഗന്ധം യൂറോപ്യന്മാരുടെ മനസ്സ് നിറച്ചിരുന്നു. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മൈസൂരിൽ നിന്നുള്ള ചന്ദന കയറ്റുമതി തടസ്സപ്പെടുകയും ഒരു പോംവഴി എന്ന വണ്ണം ചന്ദനത്തടികൾ ചന്ദന തൈലമാക്കി സൂക്ഷിക്കാൻ രാജാവ് കൃഷ്ണരാജ വോഡയാർ ഉത്തരവിടുകയും ചെയ്തു. ഇതിനായി ചന്ദന ഫാക്ടറി സ്ഥാപിച്ചു. പിൽക്കാലത്ത് ചന്ദന തടികൾക്ക് പകരമായി ചന്ദന തൈലം കയറ്റുമതി ആരംഭിക്കുകയായിരുന്നു. മൈസൂർ ചന്ദന തൈലം കയറ്റുമതി ചെയ്ത് 2 വർഷങ്ങൾക്ക് ശേഷം, അതായത് 1916-ൽ ഫ്രാൻസിൽ നിന്നും കൃഷ്ണരാജ വോഡയാർ രാജാവിന് ഒരു സുഗന്ധം നിറച്ച പാഴ്സലെത്തി. രാജ്യം കയറ്റുമതി ചെയ്യുന്ന ചന്ദന തൈലം കൊണ്ട് നിർമ്മിച്ച സോപ്പുകളായിരുന്നു അത്. സോപ്പിന്റെ സുഗന്ധത്തിൽ മയങ്ങിയ രാജാവിന്റെ മനസ്സിൽ പെട്ടെന്നൊരു ആശയം ഉടലെടുത്തു. എന്തുകൊണ്ട് ആ സോപ്പ് ഇവിടെ നിർമ്മിച്ചുകൂടാ? സോപ്പ് നിർമ്മാണം നേരിൽ കണ്ട് പഠിക്കുന്നതിനായി രാജാവ് SG ശാസ്ത്രിയെ ലണ്ടനിലേക്ക് അയച്ചു. 1918-ൽ രാജ്യത്തിന്റെ തലവര മാറ്റിയ സോപ്പ് പിറന്നു. അവർ അതിനൊരു പേരും നൽകി, മൈസൂർ സാൻഡൽ സോപ്പ്. പിന്നീട് അങ്ങോട്ട് മൈസൂർ സാൻഡൽ സോപ്പിന്റെ ശുക്രദശയായിരുന്നു. ഒരു സോപ്പിനാൽ ഒരു നാട് തന്നെ പ്രശസ്തമായി. നിരവധി രാജ്യങ്ങളിലേക്ക് സോപ്പ് കയറ്റുമതി ചെയ്യാനും തുടങ്ങി. എന്നാൽ 90കളിൽ ലെക്സ്, ഡൗ, പിയേഴ്സ് തുടങ്ങിയ അന്താരാഷ്ട്ര സോപ്പ് ബ്രാൻഡുകൾ ഇന്ത്യൻ വിപണിയിൽ കനത്ത മത്സരം സൃഷ്ടിച്ചു. പതിയെ സോപ്പ് കമ്പനി നഷ്ടത്തിന്റെ പാതയിലേക്ക് കൂപ്പുകുത്തി. എന്നാൽ നാടിന്റെ പേരിനെ തന്നെ ലോക പ്രശസ്തമാക്കിയ ഉൽപ്പന്നത്തെ കൈവടിയാൻ സർക്കാർ തയ്യാറായിരുന്നില്ല. നഷ്ടങ്ങളിൽ നിന്നും കരകയറി അമേരിക്കയും യൂറോപ്യൻ വിപണിയിലും നിറസാന്നിധ്യമായി 25ഓളം രാജ്യങ്ങളിലേക്ക് ഇന്ന് മൈസൂർ സാൻഡൽ സോപ്പ് കയറ്റുമതി ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പാഠം, ഒരു അതുല്യ പൈതൃകമുള്ള പ്രീമിയം ഉൽപ്പന്നം സൃഷ്ടിക്കുക, തലമുറകളോളം അതിന്റെ ഗുണനിലവാരം നിലനിർത്തുക, ഏറ്റവും ദുഷ്കരമായ സമയങ്ങളിൽ പോലും പ്രതീക്ഷ കൈവിടാതിരിക്കുക. അങ്ങനെയാണ് മൈസൂർ സാൻഡൽ സോപ്പ് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ആഡംബര സോപ്പായി മാറിയത്. ഇനി ഏത് സക്സസ്ഫുൾ ബിസിനസ് ഐഡിയ ആണ് ഡീകോഡ് ചെയ്യേണ്ടതെന്ന് താഴെ കമന്റ് ബോക്സിൽ പറയൂ.